മുസ്ലിം സഹോദരന്മാരുടെ വോട്ട് അഭ്യർത്ഥിക്കില്ല എന്നുള്ളത് എൻ്റെ സ്വന്തം തീരുമാനമാണ്. അത് ഒരു മുന്നണി ഭാഗമല്ല. കാരണം നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ നമ്മളെ മനസ്സിലാക്കണം. ക്ലോസറ്റിൽ ഹാർപ്പിക്കിട്ട് കഴുകിയാലും പോകാത്ത 1% കീടാണു ഉണ്ടല്ലോ, അതാണ് ഇയാൾ. പാലക്കാട് മണ്ണാർക്കാട് NDAയുടെ സ്ഥാനാർത്ഥി ഐസക് വർഗീസ്. 2026 ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നത് തന്നെ അത്ഭുതമാണ്. ഇയാളെ ഒന്നും മനുഷ്യനെന്ന് വിളിക്കാൻ കഴിയില്ല. വലിയൊരു മാംസപിണ്ഡം വസ്ത്രം ധരിച്ചിരിക്കുന്നു. തലച്ചോറ് ഏതോ ജീവിയുടേത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ? താൻ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയപ്പോൾ ഒരൊറ്റ മുസ്ലിം വീട്ടിലും വോട്ട് തേടിപ്പോയില്ലെന്ന്. പിന്നെ എന്തിനാണ് താൻ മത്സരിച്ചത്? NDA സ്ഥാനാർത്ഥി ആയതുകൊണ്ട് താൻ ജയിക്കില്ല, അതുറപ്പാണ്. പക്ഷെ വളരെയേറെ മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ പിന്നെ താൻ എന്തൊലത്താനാണ് മത്സരിക്കാൻ പോയത്? താൻ മത്സരിച്ചതിന് പിന്നിൽ എന്താണുള്ളതെന്ന് നാട്ടുകാർക്ക് നന്നായി അറിയാം. എന്തൊക്കെയോ വെളുപ്പിക്കണം. 5 വർഷം മുമ്പും കുപ്പായമിട്ടതാണ്. അന്ന് ബിഷപ്പിനെ കൊണ്ട് വിളിപ്പിച്ചെന്ന് പോലും. ബിഷപ്പിന് പള്ളിക്കാര്യം നോക്കിയാൽ പോരെ? അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തടിച്ചതെന്ന് ചോദിച്ചാൽ അതിപ്പം നമ്മൾ എന്താ പറയുന്നത്? കഞ്ചിക്കോട് ഒരു മാള് പണി ആരംഭിച്ചിട്ട് വർഷം പലത് കഴിഞ്ഞു. ഉദ്ഘാടനം ഉടൻ ഉണ്ടാകുമെന്ന് കൂടെ പത്രങ്ങളിൽ പരസ്യവുമുണ്ട്. ഇന്ന് വരെ അതൊന്നും തുറന്നു കണ്ടിട്ടില്ല. അതിൽ പണം നിക്ഷേപിച്ചവരുടെ കാര്യം എന്താകുമോ എന്തോ. അതൊക്കെ പോട്ടെ, താൻ ആദ്യം മനുഷ്യനായി ജീവിക്കാൻ പഠിക്ക്. എന്നിട്ട് മതി കച്ചവടവും തട്ടിപ്പും എല്ലാം.